എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ജിയോഗ്രഫി ഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് സർവവും സൂര്യനാൽ. ഇതിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മുഴുവൻ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഭൂമിയുടെ ഊർജ സ്രോതസ് സൂര്യൻ. ഭൂമിയുടെ ഊർജ സ്രോതസ് സൂര്യൻ. സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് തരംഗ രൂപത്തിലാണ്? ഹ്രസ്വ തരംഗ രൂപത്തിലാണ്. സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് തരംഗ രൂപത്തിലാണ്? ഹ്രസ്വതരംഗ രൂപത്തിലാണ്. ഹ്രസ്വതരംഗ രൂപത്തിലാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. ഇതറിയപ്പെടുന്നത് സൗരവികിരണം എന്നാണ്. ഹ്രസ്വതരംഗ രൂപത്തിലാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. ഇതറിയപ്പെടുന്നത് സൗരവികിരണം എന്നാണ്. അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകളേതെല്ലാമാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം എന്നിവയാണ്. അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകൾ താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം എന്നിവയാണ്. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതി താപചാലനം. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതി താപചാലനം. താപചാലനം എന്ന പ്രക്രിയ മുഖ്യമായും സംഭവിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. താപചാലനം എന്ന പ്രക്രിയ മുഖ്യമായും സംഭവിക്കുന്നത് ഖരവസ്തുക്കളിൽ. ചൂടായ വായു വികസിച്ച് ഉയരുന്ന താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. ചൂടായ വായു വികസിച്ചുയരുന്ന താപവ്യാപന പ്രക്രിയയാണ് സംവഹനം. സംവഹനം മുഖ്യമായും നടക്കുന്നത് ദ്രാവകങ്ങളിലാണ്. സംവഹനം മുഖ്യമായും നടക്കുന്നത് ദ്രാവകങ്ങളിലാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന രീതിയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന രീതിയാണ് അഭിവഹനം എന്ന് പറയുന്നത്. ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന രീതിയാണ് ഭൗമവികിരണം. ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന രീതിയെ നമ്മൾ ഭൗമവികിരണം എന്നാണ് പറയാം. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, നീരാവി, മീഥെയ്ൻ എന്നിവ. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, നീരാവി, മീഥെയ്ൻ എന്നിവ. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത് ഹീറ്റ് ബജറ്റ് എന്നാണ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത് ഹീറ്റ് ബജറ്റ് എന്നാണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റായി കണക്കാക്കിയാൽ അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്ന ഊർജം എത്ര യൂണിറ്റ് ആയിരിക്കും? 35. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റായി കണക്കാക്കിയാൽ അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്ന ഊർജം എത്ര യൂണിറ്റ് ആയിരിക്കും? 35 ആയിരിക്കും. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജത്തിന്റെ അളവ് 65 യൂണിറ്റ് ആണ്. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജത്തിന്റെ അളവ് 65 യൂണിറ്റ്.
ഭൗമോപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ലഭിക്കുന്ന ആകെ ഊർജത്തിന്റെ അളവ് 65 യൂണിറ്റ് ആണ്. ഭൗമോപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ലഭിക്കുന്ന ആകെ ഊർജത്തിന്റെ അളവ് 65 യൂണിറ്റ്. ഭൗമോപരിതലവും ഭൗമോപരിതലത്തോടുള്ള അന്തരീക്ഷ ഭാഗവും ചൂട് പിടിക്കുന്നതിന് കാരണം സൗരതാപനമാണ്. ഭൗമോപരിതലവും ഭൗമോപരിതലത്തോടുള്ള അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നതിന് കാരണം സൗരതാപനമാണ്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവ് താപനില എന്നാണ് നമ്മൾ പറയുക. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവ് താപനില. താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ്. താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന സമയം ഉച്ചയ്ക്ക് 2 മണി. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്ന സമയം സൂര്യോദയത്തിന് തൊട്ടു മുമ്പാണ്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്ന സമയം സൂര്യോദയത്തിന് തൊട്ടു മുമ്പ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് ദൈനിക താപാന്തരം എന്നാണ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് ദൈനിക താപാന്തരം എന്നാണ്. ഒരു ദിവസത്തെ ശരാശരി താപനില അറിയപ്പെടുന്നത് ദൈനിക ശരാശരി താപനില എന്നാണ്. ഒരു ദിവസത്തെ ശരാശരി താപനില അറിയപ്പെടുന്നത് ദൈനിക ശരാശരി താപനില എന്നാണ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണം മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണം മാക്സിമം മിനിമം തെർമോമീറ്റർ. മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ നിറച്ചിരിക്കുന്ന ദ്രവം രസമാണ്. മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ നിറച്ചിരിക്കുന്ന ദ്രാവകം രസം. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് നിറച്ചിരിക്കുന്ന ദ്രാവകം ആൽക്കഹോളാണ്. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് നിറച്ചിരിക്കുന്ന ദ്രാവകം ആൽക്കഹോൾ. ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിനാൽ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്ന പ്രതിഭാസമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിനാൽ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്ന പ്രതിഭാസമാണ് സബ്ലിമേഷൻ. വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടമാണ് താപവിതരണ ഭൂപടം. വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താപനിലയെ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടത്തെയാണ് നമ്മൾ താപവിതരണ ഭൂപടം എന്ന് പറയുക. സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖകൾ വരച്ചാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നുപോകും. ഈ സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് താപീയ മധ്യരേഖ എന്നാണ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖകൾ വരച്ചാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നുപോകും. ഈ സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ താപീയ മധ്യരേഖ എന്ന് പറയാറുള്ളത്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശ സ്ഥാനം, ഉയരം, കാറ്റുകൾ, സമുദ്ര സാമീപ്യം എന്നിവ.
താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശ സ്ഥാനം, ഉയരം, കാറ്റുകൾ, സമുദ്ര സാമീപ്യം തുടങ്ങിയവ. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്ന പ്രദേശമാണ് ഉഷ്ണമേഖല. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്ന പ്രദേശമാണ് ഉഷ്ണമേഖല. ഉഷ്ണമേഖലകളിൽ ഊർജം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാലാണ്. ഉഷ്ണമേഖലകളിൽ ഊർജം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ. ധ്രുവങ്ങളോടടുക്കും തോറും ഊർജനഷ്ടം സംഭവിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ ചെരിവുണ്ടാവുന്നു. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നു എന്നീ കാര്യങ്ങൾ കൊണ്ടാണ്. ധ്രുവങ്ങളോടടുക്കും തോറും ഊർജനഷ്ടം സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ: ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ ചെരിവുണ്ടാവുന്നു. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നു. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും എത്ര ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരുന്നു? 1 ഡിഗ്രി സെൽഷ്യസ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും എത്ര ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കുറഞ്ഞു വരുന്നത്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ക്രമമായ താപനിരക്ക് എന്നാണ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ക്രമമായ താപനിരക്ക് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില കുറവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ താപനില കുറവായിരിക്കും. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം നിലനിൽക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ളതാണ്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിന്റെ നീക്കം ഉണ്ടാകുന്നത് കൊണ്ടാണ്. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായിട്ടുള്ള താപം നിലനിൽക്കുന്നതിന് കാരണം കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിന്റെ നീക്കം ഉണ്ടാകുന്നതിനാലാണ്. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരത്തിന്റെ പ്രത്യേകത കുറവായിരിക്കും. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരത്തിന്റെ പ്രത്യേകത കുറവായിരിക്കും. ഉൾപ്രദേശങ്ങളിലെ താപാന്തരത്തിന്റെ പ്രത്യേകത കൂടുതലാണ്. ഉൾപ്രദേശങ്ങളിലെ താപാന്തരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഒരു താപാന്തരം കൂടുതലായിരിക്കും. കേരളത്തിൽ പൊതുവെ മിതമായ താപനില അനുഭവപ്പെടാൻ കാരണം കേരളം സമുദ്രത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. കേരളത്തിൽ പൊതുവെ മിതമായ താപനില അനുഭവപ്പെടാൻ കാരണം കേരളം സമുദ്രത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അന്തരീക്ഷ താപനില ഉയർത്തുന്ന കാറ്റുകളാണ് ഉഷ്ണക്കാറ്റുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. അന്തരീക്ഷ താപനില ഉയർത്തുന്ന കാറ്റുകളാണ് ഉഷ്ണക്കാറ്റുകൾ. അന്തരീക്ഷ താപനില താഴ്ത്തുന്ന കാറ്റുകളാണ് ശീതക്കാറ്റുകൾ. അന്തരീക്ഷ താപനില താഴ്ത്തുന്ന കാറ്റുകളാണ് ശീതക്കാറ്റുകൾ. മർദ്ദം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലാണ്. മർദ്ദം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം അന്തരീക്ഷ താപനിലയിലുള്ള ഏറ്റക്കുറച്ചിലാണ്.
അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശത്തെ വിളിക്കുന്നത് ആർദ്രത എന്നാണ്. അന്തരീക്ഷത്തിലെ ജലാംശത്തെ വിളിക്കുന്നത് ആർദ്രത. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് അറിയപ്പെടുന്നത് കേവല ആർദ്രത എന്നാണ്. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് അറിയപ്പെടുന്നത് കേവല ആർദ്രത എന്നാണ്. കേവല ആർദ്രത അളക്കുന്ന യൂണിറ്റ് G/m³ ആണ്. കേവല ആർദ്രത അളക്കുന്ന യൂണിറ്റ് G/m³. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് പരമാവധി ആയാൽ ആ അവസ്ഥ അറിയപ്പെടുന്നത് പൂരിതാവസ്ഥ എന്നാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് പരമാവധി ആയി കഴിഞ്ഞാൽ ആ അവസ്ഥ അറിയപ്പെടുന്നത് പൂരിതാവസ്ഥ എന്നാണ്. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി എന്നിവ. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി എന്നിവ. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്ന പേരാണ് തുഷാരാങ്കം. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്ന പേര് തുഷാരാങ്കം എന്നാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാന അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവ് അറിയപ്പെടുന്നത് ആപേക്ഷിക ആർദ്രത എന്നാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാന അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവ് അറിയപ്പെടുന്നത് ആപേക്ഷിക ആർദ്രത എന്നാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത 50% നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് 50% എന്നുള്ളത് ഓർത്തിരിക്കുക. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക സാന്ദ്രത 100%. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത 100%. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിലെ തെർമോമീറ്ററുകളുടെ എണ്ണം 2 ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിലെ തെർമോമീറ്ററുകളുടെ എണ്ണം 2. താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രതയ്ക്കുണ്ടാകുന്ന മാറ്റം അത് കുറവായിരിക്കും. താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം അത് കുറവായിരിക്കും. താപവ്യത്യാസം കുറവാകുമ്പോൾ ആപേക്ഷിക ആർദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം അത് കൂടുതലായിരിക്കും. താപവ്യത്യാസം കുറവാകുമ്പോൾ ആപേക്ഷിക ആർദ്രതയ്ക്ക് ഉണ്ടാവുന്ന മാറ്റം ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും. അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തിയതിനു ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് സംഭവിക്കുന്നത് ഘനീകരണമായിരിക്കും. അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തിയതിനു ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് സംഭവിക്കുന്നത് ഘനീകരണമാണ്. ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഹിമം, തുഷാരം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവ. ഘനീകരണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളാണ് ഹിമം, തുഷാരം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവ.
പ്രഭാതങ്ങളിൽ പുൽച്ചെടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ തുഷാരമാണ്. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ തുഷാരം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന ഘനീകരണ രൂപമാണ് ഹിമം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന ഘനീകരണ രൂപം ഹിമമാണ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അവയെ വിളിക്കുന്നത് ഫോഗ് അഥവാ കനത്ത മൂടൽമഞ്ഞ് എന്നാണ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അവയെ വിളിക്കുന്നത് ഫോഗ് അഥവാ കനത്ത മൂടൽമഞ്ഞ് എന്നാണ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കൂടുതലാണെങ്കിൽ അവയെ വിളിക്കുന്നത് മിസ്റ്റ് അഥവാ നേർത്ത മൂടൽമഞ്ഞ് എന്നാണ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കൂടുതലാണെങ്കിൽ അവയെ വിളിക്കുന്നത് മിസ്റ്റ് അഥവാ നേർത്ത മൂടൽമഞ്ഞ് എന്നാണ്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് സ്മോഗ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന പ്രതിഭാസത്തെയാണ് സ്മോഗ് എന്ന് പറയാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കാരണം മേഘങ്ങൾ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിൽ താഴെ ആയതിനാലാണ്. മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കാരണം മേഘങ്ങൾ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിൽ താഴെ ആയതിനാലാണ്. ഉയരത്തിന്റെയും രൂപത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മേഘത്തെ 4ആയി തിരിക്കാം. അവ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സിറസ് മേഘങ്ങളുണ്ട്, സ്ട്രാറ്റസ് മേഘങ്ങളുണ്ട്, ക്യുമുലസ് മേഘങ്ങളുണ്ട്, നിംബസ് മേഘങ്ങളും ഉണ്ട്. ഉയരത്തിന്റെയും രൂപത്തിന്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയിട്ടാണ് തിരിക്കുക. സിറസ് മേഘങ്ങള്, സ്ട്രാറ്റസ് മേഘങ്ങള്, ക്യുമുലസ് മേഘങ്ങള്, നിംബസ് മേഘങ്ങൾ എന്നിവയാണവ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രഹാര ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ലംബദിശയിൽ വ്യാപിച്ചിരിക്കുന്ന തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ലംബദിശയിൽ വ്യാപിച്ചിരിക്കുന്ന തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ്. താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ്. ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് രൂപപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലോ നിംബസ്. ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് രൂപപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലോ നിംബസ് എന്ന് പറയുന്നത്.
20,000 ഫീറ്റിനും 40,000 ഫീറ്റിനും ഇടയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നാണ്. 20,000 ഫീറ്റിനും 40,000 ഫീറ്റിനും ഇടയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നാണ്. മധ്യമേഘങ്ങൾ കാണപ്പെടുന്നത് 7,000 മുതൽ 20,000 ഫീറ്റ് വരെ ഉയരത്തിലാണ്. മധ്യമേഘങ്ങൾ കാണപ്പെടുന്നത് 7,000 മുതൽ 20,000 ഫീറ്റ് വരെ ഉയരത്തിലാണ്. 7,000 ഫീറ്റിന് താഴെ കാണപ്പെടുന്ന മേഘങ്ങള് താഴ്ന്ന മേഘങ്ങളാണ്. 7,000 ഫീറ്റിന് താഴെ, ഇവിടെ താഴെയുണ്ട്, അത് വിട്ടുപോയതാണ്, താഴെ കാണപ്പെടുന്ന കേട്ടോ, താഴെ കാണപ്പെടുന്ന മേഘങ്ങളാണ് താഴ്ന്ന മേഘങ്ങൾ എന്ന് പറയാം. കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ കാണപ്പെടുന്നത് 2,000 ഫീറ്റിനും 30,000 ഫീറ്റിനും ഇടയിലുള്ള ഉയരത്തിലാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ കാണപ്പെടുന്നത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെ ഉയരത്തിലൊക്കെയാണ് അത് കാണപ്പെടുക. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വർഷണം എന്ന് പറയുന്നത്. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വർഷണം എന്ന് പറയാം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച തുടങ്ങിയവ. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച തുടങ്ങിയവ. സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണെങ്കിൽ അവ അറിയപ്പെടുക മഴ എന്നാണ്. സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണെങ്കിൽ അവ അറിയപ്പെടുന്നത് മഴ എന്നാണ്. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം ഹിമകണങ്ങളായാണ് ഭൂമിയിലെത്തുന്നതെങ്കിൽ അവ അറിയപ്പെടുന്നത് മഞ്ഞുവീഴ്ച എന്നാണ്. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം ഹിമകണങ്ങളായാണ് ഭൂമിയിലെത്തുന്നതെങ്കിൽ അവ അറിയപ്പെടുന്നത് മഞ്ഞുവീഴ്ച എന്നാണ്. മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിന്റെ തണുത്ത പാളികളിലൂടെ കടന്നുപോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ആലിപ്പഴം. മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിന്റെ തണുത്ത പാളികളിലൂടെ കടന്നുപോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ആലിപ്പഴം. സമുദ്രത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് പർവ്വതങ്ങളുടെ വശങ്ങളിൽ തട്ടിയുണ്ടാകുന്ന മഴയാണ് പർവ്വതവൃഷ്ടി എന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് പർവ്വതങ്ങളുടെ വശങ്ങളിൽ തട്ടിയുണ്ടാകുന്ന മഴയെയാണ് പർവ്വതവൃഷ്ടി എന്ന് പറയുന്നത്. പർവ്വതവൃഷ്ടിയുടെ മറ്റൊരു പേര് ശൈലവൃഷ്ടി എന്നാണ്. പർവ്വതവൃഷ്ടിയുടെ മറ്റൊരു പേര് ശൈലവൃഷ്ടി എന്നാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായിട്ടുള്ള പ്രദേശത്തെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായിട്ടുള്ള പ്രദേശമാണ് മഴനിഴൽ പ്രദേശം. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്കുയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങളായിട്ട് രൂപമെടുക്കുന്നു. തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന മഴ എന്ന് പറയുന്നത്. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്കുയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുന്നു. തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയെ നമ്മൾ സംവഹന മഴ എന്ന് പറയുന്നു.
ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കുന്ന മഴയാണ് സംവഹന മഴ. ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കുന്ന മഴയാണ് സംവഹന മഴ. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴ തീരദേശ മഴ എന്നാണ് അറിയപ്പെടുന്നത്. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴ അറിയപ്പെടുന്നത് തീരദേശ മഴ എന്നാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.